ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ കറിവേപ്പിനെ പറ്റിയിട്ടാണ്. കറിവേപ്പ് എങ്ങനെയാണ് കാട് പോലെ വളരുക, അല്ലെങ്കിൽ ഒരു വലിയ മരമായിട്ട് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഇലകൾ കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പലരും ചോദിച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാണുന്നത് എൻ്റെ വീട്ടിൽ ഏകദേശം ഒരു 7 വർഷത്തോളം പ്രായമുള്ള ഒരു കറിവേപ്പിൻ്റെ ചെടിയാണ്. അപ്പോൾ ഇതിന് ധാരാളം ബ്രാഞ്ചസൊക്കെ ഇപ്പോൾ ഉണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കറിവേപ്പിൻ്റെ ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ്. പലരും നട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോഴാണ് ചെടി വളരാതിരിക്കുന്നത്. എന്തായാലും ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് വളരെ സുലഭമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റാണ് പ്രധാനമായിട്ട് ഇതിന് വളമായിട്ട് കൊടുക്കുന്നത്. ഒരു ദിവസം നമ്മുടെ കിച്ചണിൽ നിന്നുള്ള പച്ചക്കറിയുടെ വേസ്റ്റാണ് ഇതിൻ്റെ കടയ്ക്ക് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കാറുള്ളത്. ഒപ്പം തന്നെ നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടയുടെ തോട് അത് നന്നായി പൊടിച്ചിട്ട് ഞാനിതിൻ്റെ കടയ്ക്കലും ഇട്ട് കൊടുക്കാറുണ്ട്. അതിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഡംപ് ചെയ്ത് നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ കടയൊക്കെ ഒന്ന് മണ്ണൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും. അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അതൊരു കമ്പോസ്റ്റായിട്ട് അതിൻ്റെ കടയ്ക്ക് ഇങ്ങനെ വരും. ഒരു മാസമൊക്കെ കൂടുമ്പോൾ എന്തായാലും ഇതിൻ്റെ കട നന്നായി ഇളക്കി കൊടുക്കണം. കൈക്കോട്ടോ മറ്റോ ഉപയോഗിച്ചിട്ട് നമ്മൾ മണ്ണ് നന്നായി ഇളക്കുമ്പോൾ ആ കമ്പോസ്റ്റ് രൂപത്തിലുള്ളത് മണ്ണിലേക്ക് നന്നായി ഇറങ്ങുകയും ചെയ്യും. ഒപ്പം ചെടിക്ക് ധാരാളം വേരുകൾ ഓടും. ചെടിക്ക് വേര് നന്നായി ഓടിയാൽ മാത്രമാണ് നന്നായി ചെടി ഉയരം വയ്ക്കാനും വളരാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഒപ്പം അതുപോലെ തന്നെ നമുക്ക് ഒരാഴ്ച കൂടുമ്പോഴോ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഇതിൻ്റെ കടയ്ക്ക് നമ്മൾ നേർപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും ചെടി നല്ല രീതിയിൽ വളരും. ഞാൻ അങ്ങനെയാണ് ഇത് ചെയ്യാറുണ്ടായിരുന്നത്. ഇപ്പോൾ ചെടി കുറച്ച് വലുതായതുകൊണ്ട് പച്ചക്കറി വേസ്റ്റ് മാത്രമാണ് പ്രധാനമായിട്ട് അതിന് വളം ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം വളരെ ആവശ്യമുള്ളൊരു ചെടിയാണ് വേപ്പ്. വേപ്പ് നല്ല നീർവാഴ്ച ഇല്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ വേനൽക്കാലത്തൊക്കെ കൊടുക്കണം. വെള്ളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നന്നായി ഞാൻ നനച്ച് കൊടുക്കാറുണ്ട്. ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടതിന് ശേഷമാണ് ധാരാളം നമ്മൾ ഇങ്ങനെ നനച്ച് കൊടുക്കാറുള്ളത്. ഒപ്പം ഇത് തന്നെ ഇതിൻ്റെ നമ്മൾ കൊമ്പ് മുറിച്ചെടുക്കുന്നത്, കറിവേപ്പിൻ്റെ തണ്ട് മുറിച്ചെടുക്കുന്നത് കണ്ടോ, ഇതേപോലെ മുറിച്ചെടുക്കണം. കണ്ടോ, ഇത്തിരി കട്ടിയിലുള്ള ഭാഗത്ത് വെച്ചിട്ട് തന്നെ കൂമ്പ് വരുന്ന ഭാഗത്ത് വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കണം. അല്ലാതെ നമ്മൾ ഓരോ ഇതളുകളായിട്ട് ഇലകൾ ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ തണ്ടൊടുക്കനെ തന്നെ നമ്മൾ കത്രികയോ മറ്റോ ഉപയോഗിച്ചിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ അവിടുന്ന് പുതിയ നാമ്പുകൾ പൊട്ടി മുളച്ചിട്ട് കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുക. അങ്ങനെയാണ് ചെടി അങ്ങനെ തളിർത്ത് വലുതാവണമെങ്കിൽ ഒരു ബുഷി ആയിട്ടുള്ള രൂപത്തിലേക്ക് വളരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ മുറിച്ചെടുക്കണം. അപ്പോൾ ഈ പച്ചക്കറി വേസ്റ്റും നമ്മുടെ കഞ്ഞിവെള്ളമാണ് ഞാൻ ഈ ചെടിക്ക് പ്രധാനമായിട്ടുള്ള ഒരു വളമായിട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വേറൊരു രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ചാണകപ്പൊടി പോലും, അല്ലെങ്കിൽ ചാണകമോ മറ്റു എന്തെങ്കിലും രീതിയിലുള്ള വളങ്ങളോ ഒന്നും ഈ വേപ്പിന് കൊടുത്തിട്ടില്ല. നമ്മളുടെ വീട്ടിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കിച്ചൺ വേസ്റ്റ് നമ്മൾ ഇതിൻ്റെ കടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല രീതിയിൽ തളിർത്ത് വലുതാവും. അപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് ഒഴിവാക്കുന്നതിനുള്ളൊരു വഴിയാണ് ഇത്തരത്തിലുള്ള കറിവേപ്പ് വെക്കുന്നത്. ഒരു 1-2 കറിവേപ്പിൻ്റെ തൈ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് ഇങ്ങനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം വിഷരഹിതമായിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല നമുക്ക് നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുക്കാനും കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1-2 കറിവേപ്പിൻ്റെ തൈകൾ നട്ട് കൊടുക്കുക. അപ്പോൾ അതിനെ വളരെ കെയർ, നമ്മൾ കുട്ടികളെയൊക്കെ നോക്കുന്നത് പോലെ തന്നെയാണ് ചെടികളെ നമ്മൾ സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ പരിചരിക്കേണ്ടത്. നമ്മളുടെ ഒരു കെയർ എപ്പോഴും ആ ചെടിയുടെ മേലെ വന്നെങ്കിൽ മാത്രമാണ് അത് നല്ല രീതിയിൽ വളരുക. അപ്പോൾ അതിൻ്റെ കൂമ്പിലോ എന്തെങ്കിലുമൊക്കെ കീടബാധകളൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ വരുന്ന ആ ഭാഗത്തുള്ളത് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അവിടുന്ന് പുതിയ ബ്രാഞ്ചസ് വരും. അപ്പോൾ നമ്മളതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിച്ച് വളർത്തുന്നത് അത് തന്നെ ഒരു കെയർ നമ്മൾ ഈ കറിവേപ്പിനും കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളതിന് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് തന്നെയാണ് ഒരു നല്ല വളമായിട്ട് നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് ഈ കാണുന്ന ഈ കറിവേപ്പ് ഏകദേശം ഒരു 10 അടിയുടെ മേലെ ഉയരത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ഇല മുറിച്ചെടുക്കുമ്പോൾ അത് തണ്ടോട് കൂടി, കനത്തിലുള്ള തണ്ടോട് കൂടിയായിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ വെട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ഓരോന്നോരോന്നായിട്ട് കറിവേപ്പിൻ്റെ ഇല മുറിച്ചെടുക്കരുത്. അത് തണ്ടൊടുക്കനെ കട്ടിയിൽ വെച്ചിട്ട് അവിടുന്ന് പുതിയ ബ്രാഞ്ചസ് പൊടിച്ച് വരാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മളതിൻ്റെ ഇല എടുക്കാനായിട്ട്. അത് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലെ കറിവേപ്പ് കാട് പോലെ തന്നെ തഴുത്ത് വലുതാവും. അപ്പോൾ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള കീടബാധകൾ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യുക. ഒപ്പം അതിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളുടെ ഒരു ഒബ്സർവേഷനാണ് എപ്പോഴും വേണ്ടത് ഈ ചെടിയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് കറിവേപ്പിൻ്റെ കാര്യത്തിൽ. അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ കറിവേപ്പ് നമുക്ക് വീട്ടിൽ വളർത്താം.
വീടുകളിലൊക്കെ കറിവേപ്പ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള കിച്ചൺ വേസ്റ്റൊക്കെ പച്ചക്കറിക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് അതിനൊന്ന് കെയർ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും കറിവേപ്പ് നല്ല രീതിയിൽ കാട് പോലെ തന്നെ തളിർത്ത് വലുതാവും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.